ഹായ് ഹലോ. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ. സോ അവക്കാഡോണ്ടാണല്ലോ നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോ എന്താ ചിന്തിക്കുന്നത്, അവക്കാഡോട് എങ്ങനെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നല്ലേ? സോ നമ്മൾ ക്ലേ ആണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവക്കാഡോന്റെ ആ ഒരു ഷേപ്പ് ഒക്കെ ആക്കി എടുക്കണം. ചെറിയ ക്യൂട്ടായിട്ടൊരു അവക്കാഡോ, അതാണ് എൻ്റെ മനസ്സിലുള്ളത്. എത്രത്തോളം അങ്ങനെ ആയി വരും നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഞാൻ നമ്മുടെ ക്ലേ മേടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത്. ഇതിന്റെയൊക്കെ ഉപയോഗം സത്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാനാണല്ലേ എന്നുള്ളത്. പിന്നെ അതിന്റെ സെന്റർ ബാറിൽ ഒരു റൗണ്ട് വെച്ചുകൊടുത്തു. മറ്റേ ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3D ലുക്ക്. ഓക്കെ, നമ്മൾ ചിത്രം കൊണ്ട് വരച്ചെടുത്താലും മതി, ബട്ട് സ്റ്റിൽ ഒരു ഉണ്ട അതിൻ്റെ ഉള്ളിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, എന്നിട്ട് അതിനൊരു ലോക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് സംഭവം ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെയിന്റ് ചെയ്യേണ്ട മെയിൻ ഭാഗം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫുൾ ഗ്രീൻ അടിച്ചു കൊടുക്കുക. ഉള്ളിൽ ഒന്നും അടിച്ചു കൊടുക്കരുത്, ഫുൾ ഗ്രീൻ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പാസ്റ്റൽ ഗ്രീന് അല്ലെങ്കിൽ ഒരു കിളിപ്പച്ച കളർ, ആ ഒരു കളറാണ് നമ്മൾ അകത്തടിക്കേണ്ടത് കേട്ടോ. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു അവക്കാഡോന്റെ ആ ഒരു എന്താ പറയാ ലുക്ക് കിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് ഒരു ബ്രൗണിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിന്റെ സെന്റർ ഭാഗം കൂടെ ചെയ്യാം. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ അവക്കാഡോന്റെ ലുക്ക് തന്നെ വരും കേട്ടോ. സീരിയസ്ലി അടിപൊളിയായിരുന്നു കേട്ടോ. അത് എനിക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു വാർണിഷും കൂടി അടിച്ചു കൊടുത്താൽ സംഭവം സെറ്റ് ആവും. എന്നിട്ട് നമ്മുടെ ഏതെങ്കിലുമൊക്കെ കീ ചെയിനുമേ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റുമേ അല്ലെങ്കിൽ ലോക്കറ്റ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. സംഭവം സെറ്റ് ആയില്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഒരു പേപ്പറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടിപൊളിയായിട്ട് സ്റ്റോർ ആക്കി വെക്കാം. അപ്പൊ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും കമന്റ് ഒക്കെ ചെയ്യുക, രസമല്ലേ? അപ്പൊ ബൈ, സീ യു.